എന്താണ് സ്വിച്ചിങ്? അതിനു മുമ്പ് നമുക്ക് നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് നെറ്റ്വർക്ക്? നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് കണക്റ്റഡ് ഡിവൈസസ് ആണ്. ഒരുപാട് ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു 1-to-1 കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഒരു പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്ഷൻ എടുക്കണം. അതായത് ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതുമല്ലെങ്കിൽ അതായത് മെഷ് ടോപ്പോളജി പോലെ, അതല്ലെങ്കിൽ ഒരു സെൻട്രൽ ഡിവൈസ് എടുത്തിട്ട് അതിലേക്ക് എല്ലാ ഡിവൈസസും കണക്ട് ചെയ്ത് വെക്കാം, സ്റ്റാർ ടോപ്പോളജിയിലെ പോലെ. പക്ഷേ ഇതിനൊക്കെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡിവൈസുകളുടെ എണ്ണം കൂടുമ്പോൾ, നെറ്റ്വർക്കിൻ്റെ സൈസ് കൂടേണ്ടി വരുമ്പോൾ, ഡിവൈസുകളുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം? ലിങ്കുകളുടെ എണ്ണം കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ലിങ്കിൻ്റെ ലെങ്ത്ത് കൂടേണ്ടി വരും, കോസ്റ്റ് കൂട്ടേണ്ടി വരും, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒരുപാട് വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതിനൊരു ബെറ്റർ സൊല്യൂഷൻ എന്ന രീതിയിലാണ് സ്വിച്ചിങ് എന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ സ്വിച്ചിങ് എന്ന ടെക്നിക്ക് വന്നിട്ടുള്ളത്. ഒരു സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് ഇൻ്റർലിങ്ക്ഡ് നോഡ്സ് ആണ്. ഓക്കെ, ഒരുപാട് നോഡ്സ് പരസ്പരം ലിങ്ക് ചെയ്ത് കിടക്കുന്ന കുറേ നോഡുകളിലെ ഒരു സീരീസാണ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിന് നോഡ്സിന് പറയുന്ന പേരാണ് സ്വിച്ചസ് എന്ന്. സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ ടു ഓർ മോർ ഡിവൈസസിനിടയിൽ ഒരു കണക്ഷൻ, ഒരു ടെമ്പററി കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. പിന്നെ ഒരു സ്വിച്ച്ഡ് നെറ്റ്വർക്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ നോഡ്സ്, ഇതിൽ ചില നോഡ്സൊക്കെ എൻഡ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. എൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ്, അതായത് ടെലിഫോൺ, കമ്പ്യൂട്ടേഴ്സ്, അങ്ങനെയുള്ളതിനാണ് നമ്മൾ എൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോഡ്സുമായിട്ട് എൻഡ് സിസ്റ്റംസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ള ഡിവൈസൊക്കെ എന്താണ്? റൗട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു സ്വിച്ച്ഡ് നെറ്റ്വർക്കിൻ്റെ ഫിഗറാണ്. ഇതിൽ ABCDEFGHIJ അത്രയും ഡിവൈസസ് എൻഡ് സിസ്റ്റംസാണ്. അതായത് കമ്പ്യൂട്ടേഴ്സ് ആവാം, ടെലിഫോൺ ആവാം, ഇങ്ങനെയൊക്കെ. അതുപോലെ റോമൻ ലെറ്റേഴ്സിൽ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത് സ്വിച്ചസുമാണ്. ഓക്കെ, സ്വിച്ച്ഡ് നെറ്റ്വർക്കിൽ വരുന്ന സ്വിച്ചസുമാണ്. അപ്പോൾ ഈ ഒരു എൻഡ് സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞു ABCD അങ്ങനെ വരുന്നത് എന്താണ്? എൻഡ് സിസ്റ്റംസാണ്. അതുപോലെ സ്വിച്ചസ് ആണ് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓരോ സ്വിച്ചിനും മൾട്ടിപ്പിൾ ലിങ്ക്സ് ആണ് വരുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് സ്വിച്ച് എടുത്തു കഴിഞ്ഞാൽ, റോംനെറ്റ് 1 കാണിച്ചിട്ടുള്ള സ്വിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൽ നിന്ന് 5 ലൈൻസാണ് പോകുന്നത്, അല്ലേ? അതായത് 5 ലിങ്കാണ് അതിൽ വരുന്നത്. അതായത് ഒരു സ്വിച്ചിന് തന്നെ മൾട്ടിപ്പിൾ ലിങ്ക്സ് ഉണ്ടാവും. ഇതിപ്പോൾ സ്വിച്ച് 5 എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ലിങ്ക് വരുന്നുണ്ട്? ഐയിലേക്ക് ഒരു ലിങ്ക് പോകുന്നുണ്ട്, എച്ചിലേക്ക് ഒരു ലിങ്ക് പോകുന്നുണ്ട്, അതുപോലെ സ്വിച്ച് 1ലേക്ക്, സ്വിച്ച് 4ലേക്ക്, സ്വിച്ച് 3ലേക്ക്, സ്വിച്ച് 2ലേക്ക്, അത്രയും ലിങ്ക്സ് സ്വിച്ച് 5ൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്വിച്ചിന് തന്നെ മൾട്ടിപ്പിൾ ലിങ്ക്സ് ആയിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും. സ്വിച്ചിങ് ടെക്നിക്കിൽ ഡിസൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് റൂട്ട് ഏതാണ്, ട്രാൻസ്മിഷൻ നടത്താൻ ഏറ്റവും ബെസ്റ്റ് റൂട്ട് ഏതാണ് എന്നുള്ളതാണ് സ്വിച്ചിങ് ടെക്നിക്കിൽ ഡിസൈഡ് ചെയ്യുന്നത്. സ്വിച്ചിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് 1-to-1 കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇതാണ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഒന്ന് സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്, പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്, മെസ്സേജ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്. അതിൽ പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കിൽ വരുന്നതാണ് ഡാറ്റാഗ്രാം നെറ്റ്വർക്കും വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കും. അപ്പോൾ ആദ്യത്തെ സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കിൽ വരുന്നത് സെറ്റ് ഓഫ് സ്വിച്ചസ് ആണ്. ഒരു ഫിസിക്കൽ ലിങ്ക് വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് സ്വിച്ചസ് ആണ് സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കിൽ വരുന്നത്. 2 സ്റ്റേഷൻസിനിടയിൽ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെഡിക്കേറ്റഡ് പാത്താണ്. ഇത് 1 or more ലിങ്ക് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് പാത്താണ് 2 സ്റ്റേഷൻസിനിടയിലുള്ള ഒരു കണക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈച്ച് കണക്ഷൻ, ഓരോ കണക്ഷനും യൂസ് ചെയ്യുന്നത് ഒരു ഡെഡിക്കേറ്റഡ് ചാനലാണ്. ഒരു ലിങ്കിൽ വരുന്ന ഒരു ഡെഡിക്കേറ്റഡ് ചാനലാണ് യൂസ് ചെയ്യുന്നത്. ഓരോ ലിങ്കും നോർമലി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക N ചാനൽസ് ആയിട്ടായിരിക്കും. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് FDM ഓർ TDM മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് അല്ലെങ്കിൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ആയിട്ട് ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ആണെങ്കിൽ ഓരോ ചാനലിനും ഓരോ ഫ്രീക്വൻസി ബാൻഡ് അസൈൻ ചെയ്തിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്, ഓരോ ചാനൽസും ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് വെച്ചാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈം സ്ലോട്ടുകൾ കൊടുത്തിട്ടാണ് ഓരോ ചാനലും ഡിവൈഡ് ചെയ്യുക. ഇതാണ് ഒരു സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്.
ഇതിൽ എ എന്ന് പറയുന്നത് ഒരു എൻഡ് ഡിവൈസാണ്, എം എന്ന് പറയുന്നതും ഒരു എൻഡ് ഡിവൈസാണ്. ഓക്കെ, അതിൽ പാത്താണ് ആ ഒരു പിങ്ക് കളറിൽ കൊടുത്തിട്ടുള്ളത്, പാത്ത്, എയിൽ നിന്ന് എമ്മിലേക്കുള്ള പാത്ത്. അതുപോലെ 1 ലിങ്ക് N ചാനൽസ് കാണിച്ചിട്ടുണ്ട്, സ്വിച്ചസ് കാണിച്ചിട്ടുണ്ട്, 4 സ്വിച്ച് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് വരുന്നത്. ഇതൊരു ട്രിവിയൽ സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കാണ്, 4 സ്വിച്ചും 4 ലിങ്കും അല്ലേ. നമുക്ക് 4 ലിങ്ക് കാണാം, 1 2 3 4 4 ലിങ്കുകൾ കൊണ്ട് 4 സ്വിച്ചസും ഉണ്ട്. ഓരോ ലിങ്കിലും N ചാനൽസും ഉണ്ട്. അതായത് ഒരു സ്വിച്ചിൽ നിന്ന് മറ്റൊരു സ്വിച്ചിലേക്ക് ഒരു ലിങ്ക്, അങ്ങനെ മൊത്തം 4 ലിങ്കുകളും ഓരോ ലിങ്കിലും N ചാനൽസും 4 സ്വിച്ചസും 2 എൻഡ് സിസ്റ്റംസുമാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ഓരോ ലിങ്ക് N ചാനൽസായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സിസ്റ്റംസ് ഡയറക്റ്റ്ലി സ്വിച്ചുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. എ എന്ന് പറയുന്ന എൻ്റെ സിസ്റ്റം ഡയറക്റ്റ്ലി സ്വിച്ച് 1 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എം എന്ന് പറയുന്ന എൻ്റെ സിസ്റ്റം സ്വിച്ച് 3 ആയിട്ടും ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ എ എന്ന് പറയുന്ന എൻ്റെ സിസ്റ്റത്തിന് എം എന്ന് പറയുന്ന എൻ്റെ സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ എ എന്ത് ചെയ്യണം, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് എമ്മിലേക്ക് കൊടുക്കണം. ആ ഒരു റിക്വസ്റ്റ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണം. എല്ലാവരും മീൻസ് എല്ലാ സ്വിച്ചസും, ബാക്കിയുള്ള എല്ലാ സ്വിച്ചസും അതിൻ്റെ കൂടെ തന്നെ എം എന്ന് പറയുന്ന എൻ്റെ സിസ്റ്റവും കൂടെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കണക്ഷൻ ആയിരിക്കുകയും വേണം. ഓക്കെ, അതിനെയാണ്, അങ്ങനെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെയാണ് സെറ്റപ്പ് ഫേസ് എന്ന് പറയുന്നത്. ഓരോ ലിങ്കിലും ഓരോ സർക്യൂട്ട് അങ്ങനെ ഒരു ചാനൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, റിസർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു കോമ്പിനേഷൻ ഓഫ് ചാനൽസ് ചേരുന്നതാണ് എന്ത്, ഒരു ഡെഡിക്കേറ്റഡ് പാത്തായി മാറുന്നത്. ഓക്കെ, ഒരുപാട് ചാനൽസ് ചേർന്നിട്ടാണ്, കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഡെഡിക്കേറ്റഡ് പാത്തായി മാറുന്നതും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നതും. അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ദെൻ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നു. എല്ലാ ഡാറ്റയും ട്രാൻസ്ഫർ ചെയ്ത ശേഷം സർക്യൂട്ട് എന്ത് ചെയ്യുന്നു, ടിയർ ഡൗൺ ചെയ്യുന്നു. സർക്യൂട്ട് പിന്നെ ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി നെക്സ്റ്റ് കണക്ഷൻ നോക്കാം. അപ്പോൾ അങ്ങനെ 3 ഫേസസ് ആണ് സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്കിൽ വരുന്നത്. നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാം അല്ലേ. കണക്ഷൻ സെറ്റപ്പ്, ഡാറ്റ ട്രാൻസ്ഫർ, കണക്ഷൻ ടിയർ ഡൗൺ. കണക്ഷൻ സെറ്റപ്പ് ചെയ്യുക, കണക്ഷൻ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കണക്ഷൻ ടിയർ ഡൗൺ ഫേസ്. അപ്പോൾ സെറ്റപ്പ് ഫേസിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഈ ഒരു ഫിഗർ വെച്ചിട്ട് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന എൻ്റെ സിസ്റ്റവും എം എന്ന് പറയുന്ന എൻ്റെ സിസ്റ്റവുമാണ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യുന്നത്, റിക്വസ്റ്റ് സെൻഡ് ചെയ്യണം. സ്വിച്ച് 1ലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. എമ്മിൻ്റെ അഡ്രസ്സൊക്കെ വെച്ചിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. എമ്മുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സ്വിച്ച് 1ലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. കാരണം എ കണക്ട് ചെയ്തിട്ടുള്ളത് ഏത് സ്വിച്ചുമായിട്ടാണ്, സ്വിച്ച് 1ആയിട്ടല്ല. അപ്പോൾ സ്വിച്ച് 1ലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. സ്വിച്ച് 1 എന്ത് ചെയ്യുന്നു, ആ സ്വിച്ച് 1നും സ്വിച്ച് 4നും ഇടയിൽ ഒരു ചാനൽ കണ്ടെത്തുന്നു. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സ്വിച്ച് 1നും സ്വിച്ച് 4നും ഇടയിലായിട്ട് ഒരു ചാനൽ കണ്ടെത്തുന്നു. സ്വിച്ച് 1ഉം അതിന് നേരെ താഴെ വരുന്ന സ്വിച്ച് 4ഉം അതിനിടയിലാണ് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്വിച്ച് 1ൽ നിന്ന് സ്വിച്ച് 4ലേക്ക് പോയിട്ടാണ് സ്വിച്ച് 3ലേക്ക് പോയിട്ട് എമ്മുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്വിച്ച് 1ഉം സ്വിച്ച് 4ഉം തമ്മിൽ ഒരു റിക്വസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ ഒരു ഡെഡിക്കേറ്റഡ് ചാനൽ കണ്ടെത്തിയിട്ട് അതിനിടയിലും സ്വിച്ച് 3ൻ്റെ ഇടയിലും പിന്നീട് കമ്മ്യൂണിക്കേഷൻ വരുന്നു. സ്വിച്ച് 3 എന്ത് ചെയ്യുന്നു, എമ്മിനെ ഇൻഫോം ചെയ്യുന്നു. അതായത് എ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഉള്ള ഒരു ഉദ്ദേശമുണ്ട് എ എന്ന് പറയുന്ന എൻ്റെ സിസ്റ്റത്തിന് എന്നുള്ളത് സ്വിച്ച് 3 എന്ത് ചെയ്യും, എൻ്റെ സിസ്റ്റം എമ്മുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അത് ഒന്ന് ഇൻഫോം ചെയ്ത് വയ്ക്കും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ കണക്ഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്നോളജ്മെൻറ്റ് ചെയ്യും. എമ്മിൽ നിന്ന് എയിലേക്ക് എന്ത് പോവും, ഒരു അക്നോളജ്മെൻറ്റ് പോവും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അതായത് ഓക്കെ ഞാൻ റെഡിയാണ്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പോകുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്നോളജ്മെൻറ്റ് എന്ത് ചെയ്യും, എം തിരിച്ച് എയിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതേ പാത്തിൽ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ എ എന്ന് പറയുന്ന എൻ്റെ സിസ്റ്റത്തിന് ആ ഒരു അക്നോളജ്മെൻറ്റ് കിട്ടിയ ശേഷമാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക.
ഇങ്ങനെ നടത്തുന്നതിന് എൻഡ് ടു എൻഡ് അഡ്രസ്സിങ് ആവശ്യമാണ്. അതായത് എ മുതൽ എം വരെയുള്ള എൻഡ് ടു എൻഡ് അഡ്രസ്സിങ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്കിൽ ആവശ്യമാണ്. അങ്ങനെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് എയിൽ നിന്ന് എമ്മിലേക്ക് നമ്മൾ സ്വിച്ച് 4 വഴി ത്രൂ സ്വിച്ച് 3 നമ്മൾ എന്ത് ചെയ്തു, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന രണ്ടാമത്തെ ഫേസാണിത്, ഡാറ്റ ട്രാൻസ്ഫർ ഫേസ്. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് സർക്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ട് എൻഡ് സിസ്റ്റവും തമ്മിൽ എന്ത് ചെയ്യാം, ഡാറ്റ ആ ഒരു പാത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യാം. ഡാറ്റ ട്രാൻസ്ഫർ ഫേസ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫേസ് ഇതാണ്, ടിയർ ഡൗൺ ഫേസ്. അതായത് രണ്ട് എൻഡ് സിസ്റ്റവും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിഗ്നൽ ഈസ് സെൻഡ് ടു ഈ സ്വിച്ച് ടു റിലീസ് ദ റിസോഴ്സസ്. എല്ലാ റിസോഴ്സസും അതിനാവശ്യമായ എല്ലാ റിസോഴ്സസും ആ ഒരു പാത്തിൽ ആവശ്യമായിട്ടുണ്ടായിരുന്ന എല്ലാ റിസോഴ്സും റിലീസ് ചെയ്യാം, ഡിസ്കണക്ട് ചെയ്യാൻ പോവുകയാണ്, കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി, അങ്ങനെയുള്ളൊരു ഫേസാണിത് ടിയർ ഡൗൺ ഫേസ്. അപ്പോൾ അങ്ങനെയാണ് സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്കിങ്ങിൻ്റെ വർക്കിംഗ് വരുന്നത്. സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്ക് ഫിസിക്കൽ ലെയറിൽ വരുന്നതാണ്. കൂടാതെ ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് മറ്റ് രണ്ട് സ്വിച്ചിങ് ടെക്നിക്ക് വെച്ച് നോക്കുമ്പോൾ അത്ര എഫിഷ്യൻ്റ് അല്ലാത്ത ഒരു സ്വിച്ചിങ് ടെക്നിക്കാണ് സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. കാരണം ഇതിൽ റിസോഴ്സസ് ഒക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെക്കണം. എൻറ്റയർ ഡ്യൂറേഷൻ, ആ കണക്ഷൻ്റെ ഒരു എൻറ്റയർ ഡ്യൂറേഷനിൽ നമ്മൾ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അല്ലേ. ഈ റിസോഴ്സസ് ബാക്കിയുള്ള കണക്ഷൻസിന് അപ്പോൾ എന്താവും, അവൈലബിൾ ആവില്ല അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ടെലിഫോൺ നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ കണക്ഷൻ പോവുകയാണല്ലേ. അതായത് എല്ലാ റിസോഴ്സും അവിടെ നോർമലി ടെർമിനേറ്റ് ചെയ്യും. പക്ഷേ കമ്പ്യൂട്ടേഴ്സിൻ്റെ കേസിൽ അങ്ങനെയല്ല. കമ്പ്യൂട്ടേഴ്സ് എപ്പോഴും എന്തായിരിക്കും, നെറ്റ്വർക്കിനകത്താണെങ്കിൽ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും അവിടെ ആ ഒരു റിസോഴ്സസ് ബാക്കിയുള്ള കണക്ഷൻസിന് എന്തായിരിക്കും, അൺഅവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഈ ഒരു സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവാണ്. ബാക്കിയുള്ള സ്വിച്ചിങ് ടെക്നിക്കിനെ വെച്ച് നോക്കുമ്പോൾ എഫിഷ്യൻസി കുറവാണ് സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്കിന്.